ഓക്കെ, അപ്പോൾ ഞാൻ നിർത്തിയത് എൻ്റെ റെക്കോർഡ് ആകുന്നുണ്ടോ എന്നുള്ളത് കൺഫേം അല്ലാത്തത് കൊണ്ടായിരുന്നു നിർത്തിവെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി അറിയാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, പ്ലേ തുടങ്ങുന്നു. നമ്മൾ പറഞ്ഞു ചാരുദത്ത എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്തായിരുന്നു, ഹി ബിക്കം പെന്നിലെസ് ഡ്യൂ ടു ഹിസ് എക്സസീവ് ജനറോസിറ്റി. ഓക്കെ, അദ്ദേഹം കൂടുതൽ ജനറോസിറ്റി കാണിച്ചത് കൊണ്ടാണ് അദ്ദേഹം ബിക്കം പെന്നിലെസ്. ആൻഡ് ഹീറോയിൻ ഓഫ് ദ പ്ലേ ഈസ് ഹിയർ ഈസ് വസന്തസേന. എന്താ പേര്, വസന്തസേന. ഷി വാസ് എ റിച്ച് കേർഡ്സിയൻ ഓഫ് റെയർ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ റിച്ച് കേർഡ്സിയനായ വസന്തസേനയാണ് നമ്മുടെ ഹീറോയിൻ. വെൻ ചാരുദത്ത ഈസ് ഇൻ ദ മൂഡ് ഓഫ് ഡെസ്പെയർ ഡ്യൂ ടു ഹിസ് പോവർട്ടി, വസന്തസേന എൻറ്റേഴ്സ് ഹിസ് ഹൗസ് ഹറിലി ഫ്രം ദി സംസ്ഥാനക. നമ്മൾ ഈ സ്റ്റോറിയൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. അതായത് ചാരുദത്ത വളരെ ഒരു ഡെസ്പെയർ മോഡിൽ നിൽക്കുമ്പോഴാണ് വസന്തസേന ബൈ ആക്സിഡൻ്റലി ആരുടെ വീട്ടിൽ കയറി വരുന്നത്, നമ്മുടെ ചാരുദത്തയുടെ വീട്ടിൽ ഒരു രാത്രി. എങ്ങനെയാണ്, ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ശേഖര ഓർ സംസ്ഥാനക. ഓർമ്മയുണ്ടല്ലോ അല്ലേ, സംസ്ഥാനക ഓർ ശേഖര, ശേഖരൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതായത് ഹി വാസ് ട്രൈങ് ടു ക്യാച്ച് ഹെർ അല്ലേ. ഈ സംസ്ഥാനക എന്ന് പറയുന്ന ആൾ വാസ് എ കിങ്സ് വിക്ക്ഡ് ബ്രദർ ഇൻ ലോ ആണ്. ഓക്കെ, കിങ്ങിൻ്റെ വളരെ വിക്ക്ഡ് ആയിട്ടുള്ള ബ്രദർ ഇൻ ലോ ആയ നമ്മുടെ സംസ്ഥാനകയെ അവളെ എന്താ പറയുക, ഫോഴ്സ് ചെയ്ത് അയാളെ ഇഷ്ടത്തിന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അവളോട് രക്ഷപ്പെട്ടതാണ്. ആൻഡ് ടു ഓഫ് ഹിസ് ക്രോണീസ്, അദ്ദേഹത്തിൻ്റെ 2 ഹെൽപ്പേഴ്സിൽ നിന്നും രക്ഷപ്പെട്ടു. ചാരുദത്ത ഓഫേഴ്സ് എ ഫ്രൈറ്റൻഡ് വസന്തസേന റെഫ്യൂജി. അങ്ങനെ ചാരുദത്ത അവർക്ക് അവിടെ അഭയം കൊടുക്കുകയും ദിസ് ബിഗിൻസ് ആൻ ഇൻറ്റൻസ് ലവ് അഫെയർ. അവർ തമ്മിൽ ഒരു ലവ് അഫെയർ തുടങ്ങുകയാണ്. ആസ് എ റിവാർഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഹെർ ഫ്രം സംസ്ഥാനകാസ് അഡ്വാൻസസ്, വസന്തസേന ലീവ്സ് ഹെർ ജ്വൽസ് ഇൻ ദ കസ്റ്റഡി ഓഫ് ചാരുദത്ത ഫോർ സേഫ് കീപ്പിംഗ്. ശരിക്കും നമ്മൾ വായിച്ച അതിൽ പറയുന്നത് അവനെ പിന്നെയും മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൾ എന്ത് ചെയ്തത്, അവളുടെ സ്വർണ്ണങ്ങളൊക്കെ ആരുടെ വീട്ടിൽ വെക്കുന്നത്, ചാരുദത്തയുടെ വീട്ടിൽ തിരിച്ചു പോവുകയാണ് അവൾ ചെയ്യുന്നത്. അത് ഒന്നുകൂടി ഒരു സെക്കൻഡ് മീറ്റിങ്ങിനുള്ള അവസരം എടുക്കാൻ വേണ്ടി. ബട്ട് ജ്വൽസ് ആർ സ്റ്റോൾ ബൈ ആൻ ആർട്ട്ഫുൾ തീഫ് സാർവിലക. പക്ഷേ ഒരു ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ചാരുദത്തയും അയാളുടെ ഫ്രണ്ട് മൈത്രയും കൂടി ഒരു സോങ് അല്ല ഇങ്ങനെയുള്ള സോങ് പാർട്ടിക്ക് കേൾക്കാൻ പോയി. അവിടെയുള്ള പാട്ടിൽ ഇങ്ങനെ മയങ്ങി നിന്ന് പോയപ്പോൾ അറിയാം അവിടെ വീട്ടിൽ ആര് കയറുന്നു, ഒരു കള്ളൻ. അയാളുടെ പേരെന്തായിരുന്നു, സാർവിലക. അയാൾ എന്ത് ചെയ്യാണ്, ഹീ സ്റ്റോളൻ ദ ഓൾ ജ്വൽസ്. ഓക്കെ, ചാരുദത്താസ് വൈഫ് ഫിയറിംഗ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് റെപ്യൂട്ടേഷൻ വിൽ ബി റൂയിൻഡ് സെൻസ് ഹെർ ഓൺലി പൊസിഷൻ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, ചാരുദത്ത ഈസ് എ മാരീഡ് മാൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ ഹാഡ് എ വൈഫ് ആൻഡ് എ സൺ. അങ്ങനെ വൈഫ് ഓഫ് ഹെർ ഓൺ നെക്ലേസ് ഇൻ ഓർഡർ ടു ഹെൽപ്പ് ഹെർ ഹസ്ബൻഡ്സ് അല്ലേ. അതായത് വസന്തസേനയുടെ ഇതൊക്കെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ വൈഫ് എന്ത് ചെയ്യുന്നു, അവളുടെ നെക്ലേസ് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ നെക്ലേസ് ഓഫ് പേൾസ് ത്രൂ മൈത്രയുടെ കയ്യിലൊരു നെക്ലേസ് ഓഫ് പേൾ ആരെ ഏൽപ്പിക്കുകയാണ്, വൈഫ്. എന്തിന്, ഇൻ ഓർഡർ ടു ഗിവ് ഇറ്റ് ടു വസന്തസേന. Then Charudatta's and നമ്മളെവിടെ എത്തി, ബട്ട് ജൽസ് ആർ സ്റ്റോൾ. നമ്മളിത് വിട്ടുപോകുന്നു. ചാരുദത്ത ഫിയറിംഗ് ദാറ്റ് Charudatta Brahmin friend Maitreya hands over the necklace to Vasantasena and narrates a fabricated story that Charudatta has lost his jewels in the gambling house. അപ്പോൾ നമ്മൾ ഇന്നലെ വായിച്ചതിനും എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു ഇതാണ്, കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ചാരുദത്തയുടെ ബ്രാഹ്മിൻ ഫ്രണ്ടായ മൈത്രേയ വന്ന് ഈ ഒരു നെക്ലേസ് ആർക്ക് കൊടുക്കുകയാണ്, വസന്തസേനയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹി നറേറ്റ്സ് ദ സ്റ്റോറി ഔട്ട് ദ സ്റ്റോളൻ ഓഫ് ദ ജ്വൽസ് അല്ലേ. അങ്ങനെ ബട്ട് ബിഫോർ ഹി റീച്ചസ് ടു ഹെർ ഹൗസ്, Charvilaga has given the stolen jewels to Vasantasena to buy freedom of the slave girl with whom he is in love. അല്ലേ. അപ്പോൾ പക്ഷേ സത്യത്തിൽ സാർവിലേഖ നമ്മൾ പറഞ്ഞു, സാർവിലേഖ എന്തിനായിരുന്നു അത് മോഷ്ടിച്ചത്, ഇൻ ഓർഡർ ടു ഗെറ്റ് ഹിസ് ലവർ അല്ലെ, ഹിസ് ബിലവഡ് മദനിക വാസ് ദ സെർവൻറ്റ് ഓഫ് വസന്തസേന. ഇൻ ഓർഡർ ടു ഫ്രീഡ് ഹെർ ഹി ഹാസ് ടു ഗിവ് സം മണി ടു വസന്തസേന. അതായത് തൻ്റെ മദനിക എന്ന് പറയുന്ന തൻ്റെ ലവറിനെ എന്ത് ചെയ്യാൻ വേണ്ടി, മോചിപ്പിക്കാൻ വേണ്ടി മോചനദ്രവം ആർക്ക് കൊടുക്കണമായിരുന്നു, നമ്മുടെ വസന്തസേനയ്ക്ക്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഷാർവിലേഖ എന്ത് ചെയ്തത്, ഈ ഒരു സ്വർണം മോഷ്ടിച്ചത്. അത് എന്നിട്ട് ആർക്ക് കൊണ്ടു കൊടുക്കുകയാണ്, വസന്തസേനയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നൗ
But before he reaches to her house, Sarvilaka has given the stolen jewels to Vasanthasena to buy the freedom of the slave girl with whom he is in love. ആ സ്ലേവ് ഗേളിനെ ഫ്രീഡം കിട്ടാൻ വേണ്ടി. ഈവൻ ആഫ്റ്റർ നോയിങ് ദ ട്രൂ ഷി ആക്സെപ്റ്റ് ദ നെക്ലേസ്, ടേക്കിംഗ് ഇറ്റ് അനദർ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ഹെർ ലവർ ചാരുദത്ത. പക്ഷേ അവൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതായത് കട്ട് കൊണ്ടുവന്നയാന്നൊക്കെ അറിഞ്ഞിട്ട് പോലും അവൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇത് വാങ്ങിയിട്ട് അവൾ ആരെ മോചിപ്പിക്കുകയാണ്, മദനികയെ മോചിപ്പിക്കുകയാണ്. ഓക്കെ, അത് എന്താണ്, ഷീ ടേക്ക് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ഹെർ ലവർ ചാരുദത്ത. അപ്പോൾ പിന്നെയും ചാരുദത്തയെ കാണാമെന്ന എന്താ പറയുക ഉറപ്പിൽ ഒരു പ്രതീക്ഷയിൽ അവൾ എന്ത് ചെയ്യുന്നു, അത് വാങ്ങി വെക്കാണ്. ഷീ ഗോസ് ടു ഹിസ് ഹൗസ് ആൻഡ് സ്റ്റേസ് ഇൻ ചാരുദത്താസ് ഹൗസ് ഡ്യൂ ടു ഹെവി റെയിൻ. അങ്ങനെ ആ വീട്ടിലെത്തി. അന്ന് ഹെവി റെയിൻ ആയതുകൊണ്ട് ഷീ സ്റ്റേ ഇൻ ഹിസ് ഹൗസ്. ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ് വസന്തസേന റിട്ടേൺസ് ദ നെക്ലേസ് ടു ചാരുദത്താസ് വൈഫ് ബട്ട് ഷീ റിജക്റ്റഡ് ടു ടേക്ക് ഇറ്റ്. പിറ്റേ ദിവസം വസന്തസേന എന്ത് ചെയ്യാണ്, റിട്ടേൺസ് ദ നെക്ലേസ് ടു ചാരുദത്താസ് വൈഫ് ബട്ട് ഷീ റിജക്റ്റ് ഇറ്റ്. ദ ചൈൽഡ് ഓഫ് Charudatta appears complaining that he has only a little clay cart, that is മൃച്ഛകടിക. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ചാരുദത്തയുടെ ചൈൽഡ് ഹി കംപ്ലെയിൻഡ് ദാറ്റ് ഹി ഹാഡ് നോ എനി എന്താ പറയുക ഗോൾഡൻ കാർട്ട്, only a clay cart is named മൃച്ഛകടിക in Sanskrit. And whence the name, the play? It was the name of the play. Vasanthasena is moved to tears out the pity. She gives him her jewels that he may buy one of gold. അല്ലേ, അങ്ങനെ വസന്തസേന ഔട്ട് ഓഫ് her sympathy she has given all the jewels to this child in order to buy a gold card. She is to rejoin Charudatta in a neighboring park, the property of the Samstanaga, but by error she enters the car of Samstanaga, while Aryaga, who has been seeking a hiding place, leaps into that Charudatta and is driven away. Two policemen stop the cart and one recognizes Aryaga but protects him from other with whom he contrive a well. പിന്നെ പറയുന്നത് നമ്മൾ ആ ഒരു ഇഷ്യൂ, അതായത് അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, അവിടുന്ന് വസന്തസേന പോയി. പിന്നെ എന്ത് ചെയ്യുന്നു, അവർ പിറ്റേ ദിവസം ഒരു പാർക്കിൽ വെച്ച് കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ചാരുദത്ത അവൾക്ക് വേണ്ടി എന്താ അയച്ചു കൊടുക്കുകയാണ്, ഒരു വണ്ടി അയക്കാണ്. പക്ഷേ ബൈ മിസ്റ്റേക്കിലി അവൾ കയറി ചെന്നത് ആരുടെ വണ്ടിയിലായിരുന്നു, നമ്മുടെ സംസ്ഥാനകയുടെ വണ്ടിയിലായിരുന്നു കയറിയത്. അങ്ങനെ സംസ്ഥാനകയുടെ വണ്ടിയിൽ അവൾ എന്ത് ചെയ്യുന്നു, പാർക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ മിസ്റ്റേക്കിലാണ്, അതായത് അവളുടെ എനിമിയിലെ വണ്ടിയിലാണ് കയറുന്നത്. ആ സമയത്ത് ആര്യക എന്ന് പറഞ്ഞാൽ അവിടെ കിങ് ആണ്. അയാൾ എവിടെ നിന്ന്, പ്രിൻസിൽ നിന്ന്, അതായത് പ്രിൻസാണ് ആര്യക. ഓക്കെ, അയാൾ എന്ത് ചെയ്തതാണ്, പ്രിസണിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വരികയായിരുന്നു ഈ ആര്യക എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ബൈ ചാൻസ് ആരുടെ വണ്ടി കയറുന്നു, ചാരുദത്തയുടെ വണ്ടിയിൽ കയറുകയാണ്. ഇൻ ദ മീൻ ടൈം ചാരുദത്ത ഹൂ ഇസ് ഇൻ കോൺവെർസേഷൻ വിത്ത് വിദൂഷക സീക്സ് ഹിസ് കാർ ഡ്രിവൺ അപ്പ്, discovers Aryaga and permits him to go off in and he himself leave to find വസന്തസേന. അങ്ങനെ വിദൂഷക എന്ന് പറഞ്ഞാൽ ഇവിടെ മൈത്രേയ. അപ്പോൾ വിദൂഷകൻ്റെയോട് സംസാരിച്ചുകൊണ്ട്, വിദൂഷക എന്ന് പറഞ്ഞാൽ ജോക്കാണ്, അതായത് ജോക്കറിൻ്റെയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ ആര്യകയെ കാണുന്നു. പിന്നെ അത് കഴിഞ്ഞ് അയാൾ വസന്തസേനയെ കാണാൻ വേണ്ടി നോക്കുകയാണ്. ആ സമയത്ത് വസന്തസേന is delivered by mistake to the evil Samstanaga elsewhere in the public garden. After she mistakes his coach for that of Charudatta, the angry Samstanaga first tries to win her by a fair words, then repulsed and orders to be slay her. അങ്ങനെ എന്ത് ചെയ്യാണ്, അയാൾ അവൾ ബൈ ചാൻസ് ആരുടെയിലെത്തുന്നു, നമ്മുടെ വസന്തസേന ബൈ ചാൻസ് ആരുടെ വണ്ടിയിലാണ് കയറുന്നത്, സംസ്ഥാനകയുടെ വണ്ടിയിലാണ് കയറുന്നത്. അങ്ങനെ സംസ്ഥാനക ആദ്യം അവളോട് എന്ത് ചെയ്യാൻ, വളരെ നല്ല രൂപത്തിൽ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവളെ നിർബന്ധിക്കുന്നു. പക്ഷെ അത് റെഫ്യൂസ് ചെയ്തപ്പോൾ ഹി ഓർഡർഡ് ടു കിൽ ഹെർ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ആൻഡ് സംസ്ഥാനക ബറീസ് ഹെർ ബോഡി അണ്ടർ ദ പൈൽ ഓഫ് എ ഡെഡ് ലീവ്സ്. അങ്ങനെ അവളുടെ ഡെഡ് ബോഡി എന്ത് ചെയ്യാണ്, ഒരുപാട് ഡെഡ് ലീവ്സിൻ്റെ ഇടയിൽ കുഴിച്ച് മൂടിയിട്ട് അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അതായത് മറച്ചു വെച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ദ ഷാംബുവർ ടേൺഡ് ബുദ്ധിസ്റ്റ് മങ്ക് ഫൈൻസ് വസന്തസേന ഇൻ പെത്തറ്റിക് കണ്ടീഷൻ. അപ്പോൾ അതിലൂടെ പോകുന്ന ബുദ്ധിസ്റ്റ് മങ്സ് എന്ത് ചെയ്യുന്നു, ആരെ കാണുകയാണ്, നമ്മുടെ വസന്തസേനയെ കാണുകയാണ്. ആൻഡ് ടേക്സ് ഹെർ ടു ബുദ്ധിസ്റ്റ് ക്ലോയ്സ്റ്റർ വേർ ഷീ ഈസ് അറ്റൻഡഡ് ബൈ ദി നൺസ്. അങ്ങനെ അവളെ അവരുടെ മഠത്തിൽ കൊണ്ടുപോയി അവർക്ക് എന്ത് ചെയ്യാണ്, എല്ലാം ഇത് നോക്കുമ്പോൾ അവൾ എന്ത് ചെയ്തില്ല, മരിക്കുന്നില്ലായിരുന്നു. ഓക്കെ, സംസ്ഥാനക ഡിനൗൺസ് ചാരുദത്ത ആസ് ദ മർഡർ ഓഫ് ദ വസന്തസേന ടു ദ കോർട്ട്. പക്ഷേ സംസ്ഥാനക കോർട്ട് പോയിട്ട് പറയാണ്,
ചാരുദത്തയാണ് മേർഡറിന് കാരണം. ദ ജഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് ടു ബിലീവ് അണ്ടർ സംസ്ഥാനഗാസ് പൊളിറ്റിക്കൽ പ്രഷർ. അങ്ങനെ ജഡ്ജ് അത് വിശ്വസിക്കുന്നു, കാരണം സംസ്ഥാനക എന്ന് പറയുന്നത് കിങ്സ് ബ്രദർ ഇൻ ലോ ആണ്. ഓക്കെ, ആൻഡ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സീം ടു പോയിന്റ് കൺക്ലൂസീവ്ലി ടു ചാരുദത്താസ് ഗിൽട്ട്. ചാരുദത്ത ഈസ് പാരഡീഡ് ത്രൂ ദ സ്ട്രീറ്റ് ഓഫ് ദ സിറ്റി ബൈ ഹിസ് എക്സിക്യൂഷൻ. അതായത് എവിഡൻസുകൾ ഉണ്ടായിരുന്നു ബൈ എവിഡൻസുകൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ചാരുദത്തയുടെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടുകയാണ്, ആരുടെ ജ്വൽസ് കിട്ടുകയാണ്, നമ്മുടെ വസന്തസേനയുടെ. അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പോവാണ്, എക്സിക്യൂഷന് വേണ്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇൻ എ മൊമെൻ്റ് ഓഫ് എക്സ്ട്രീം പത്തോസ് ആസ് ചാരുദത്ത ഈസ് അബൌട്ട് ടു ബി ഇംപെയിൽഡ് അപ്പോൺ ദ സ്റ്റേക്സ്. അങ്ങനെ അയാളെ കൊല്ലാൻ പോകുന്നതിൻ്റെ കുറച്ച് നിമിഷം മുമ്പ് വസന്തസേന എൻഡേഴ്സ് ആൻഡ് സേവ് ഹിസ് ലൈഫ്. അങ്ങനെ അയാളെ ആര് വന്ന് രക്ഷിക്കുകയാണ്, വസന്തസേന. അവൾ റിക്കവർ ചെയ്തു അല്ലേ. ആൻഡ് ലൈക്ക് എ ഡ്യൂക്ക് എക്സ് മെഷീൻ ദ തീഫ് ഹു സ്റ്റോൾ ദ ജ്വൽസ് ഫ്രം ചാരുദത്താസ് ഹൗസ് എൻഡേഴ്സ് ഹാവിങ് ജസ്റ്റ് കം ഫ്രം സ്ലേയിങ് ദ വിക്ഡ് കിങ് ആൻഡ് പ്ലേസിങ് ആരിക ഓൺ ദ ത്രോൺ. അങ്ങനെ എന്ത് ചെയ്തു, ആ ഒരു വിക്ഡ് ആയിട്ടുള്ള നമ്മുടെ ആരെ അവിടെ അതിനുശേഷം അവിടെ വിക്ഡായിട്ടുള്ള രാജാവിനെയും അയാളുടെ ബ്രദർ ലോനെയൊക്കെ അവിടെ എന്ത് ചെയ്യാണ്, പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ആരിക, അതായത് അവിടുത്തെ പ്രിൻസ്, അയാൾ ശരിക്ക് തുറുങ്കിലടച്ചതായിരുന്നു. ഓക്കെ, അയാൾ അവിടെ നിന്ന് പ്രിൻസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. അങ്ങനെ ആരിക എന്ത് ചെയ്യുന്നു, ത്രോണിലേക്ക് വരികയാണ്. ഹി ബിയേഴ്സ് ദ ന്യൂസ് ടു ചാരുദത്ത ഹാസ് ബീൻ മെയ്ഡ് ദ വൈസ്രോയ് ഓഫ് ദ നൈബറിങ് സിറ്റി. അങ്ങനെ ചാരുദത്തയെ ആ ഒരു നൈബറിങ് സിറ്റിയുടെ വൈസ്രോയായി അയാളെ നിയമിക്കുകയും ചെയ്തു. ഓക്കെ, ആൻഡ് ദ തീഫ് ഓൾസോ പ്രൊക്ലെയിം ദാറ്റ് ആരിക ഹാസ് റിലീസ്ഡ് വസന്തസേന ഫ്രം ഹർ ഒബ്ലിഗേഷൻ ആസ് എ കേർട്സിയൻ. അതുമാത്രമല്ല അവിടെയുള്ള തീഫ് എന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രിസണിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. ഓക്കെ, അയാൾ എന്ത് ചെയ്യാണ്, പ്രൊക്ലെയിം ദാറ്റ് ആരിക ഹാസ് റിലീസ്ഡ് വസന്തസേന ഫ്രം ഹർ ഒബ്ലിഗേഷൻ ആസ് എ കേർട്സിയൻ. പിന്നെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോചിപ്പിച്ചു എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. അതായത് വസന്തസേനയെ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മോചിപ്പിച്ചു എന്ന കാര്യം കൂടി എന്ത് ചെയ്യുന്നു, അവിടെ ആര് വന്ന് പറയാണ്, ഈ ഒരു തീഫ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ദ പ്ലേ എൻഡ്സ് വിത്ത് യൂണിയൻ ഓഫ് ചാരുദത്ത വസന്തസേന. അങ്ങനെ എല്ലാവരുടെയും യൂണിയനോട് കൂടി നമ്മുടെ പ്ലേ എൻഡ് ചെയ്യാണ്. ദ ടു മെയിൻ സെൻറ്റിമെൻറ്റ് ഓഫ് ദ പ്ലേ ആർ ദ ലവ് ആൻഡ് പാത്തോസ് ആൻഡ് ആൻ അപ്പാലിംഗ് ഫീച്ചർ ഓഫ് ദ പ്ലേ ഇസ് ദാറ്റ് യൂസ് ഓഫ് കേർട്സിയൻ ആസ് ദ ഹീറോ. ഈ പ്ലേയുടെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലേയുടെ എന്താ പറയുക, സെൻറ്റിമെൻറ്റ് ഓഫ് ദ ലവ് ആണ്, അല്ലെ ലവ് ആൻഡ് പാത്തോസ് ആണ് ഇതിലുള്ള മെയിൻ തീം എന്ന് പറയുന്നത്. അതുമാത്രമല്ല അനദർ ഫീച്ചർ എന്ന് പറയുന്നത് യൂസ് ഓഫ് കേർട്സിയൻ അല്ലേ, അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അതിലെന്താക്കിയിട്ടുണ്ട്, ഹീറോയിനായിട്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു ദാസി, കൊട്ടാരദാസിയെ ഹീറോയിനായി എടുത്തതാണ് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്താ പറയുക ഫീച്ചർ ഓഫ് ദ പ്ലേ. ഓക്കെ, വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ചാരുദത്ത of Basa, this is the only play Sanskrit dramatic literature in which Curtsian is a hero. അല്ലേ, അപ്പോൾ ഇത് മാത്രമാണ് ഒരേ ഒരു പ്ലേ എന്ത് ഇങ്ങനെയുള്ള, അതായത് നമ്മൾ ബാസൻ്റെ അൺഫിനിഷ്ഡ് പ്ലേയുടെ ബാക്കിയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു പ്ലേ ഒഴികെ ബാക്കി ഒരു പ്ലേയിലും, അതായത് ഈ ഒരു നമ്മുടെ ലിറ്റിൽ ക്ലേ കാട്ടിൽ മാത്രം, അല്ലെങ്കിൽ മൃച്ഛഘടികയിൽ മാത്രമാണ് ഒരു കേർട്സിയൻ എന്താകുന്നത്, ഒരു ഹീറോയിനായി മാറുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ഫസ്റ്റ് 4 ആക്ട് ഓഫ് ദ ലിറ്റിൽ ക്ലേ കാർട്ട് ഈസ് വെർച്വലി ഡ്യൂപ്ലിക്കേറ്റഡ് ഓഫ് ബാസാസ് അൺഫിനിഷ്ഡ് പ്ലേ ചാരുദത്ത. ഓക്കെ, പിന്നെ അത് മാത്രമല്ല സം സ്കോളേഴ്സ് ഹാവ് ഗോൺ സോ ഫാർ ആസ് ടു സജസ്റ്റ് ദാറ്റ് ദ പോയറ്റ് ഫൗണ്ട് Basa's play and out of respect for his work continued where Basa left off, stay himself little servant of Basa. ചില ക്രിറ്റിക്സ് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തതാണ്, ബാസൻ്റെ പ്ലേ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പ്ലേ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതാണെന്ന് എന്നുള്ള ഒരു സ്റ്റഡിയും കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൽ പറയാനുള്ളത്. ദെൻ ഇനി ഇതിൻ്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ, നോവർ എൽസ് ഇൻ ദ ഹൺഡ്രഡ്സ് ഓഫ് ദി സാൻസ്ക്രിറ്റ് ഡ്രാമ ഡു വി ഫൈൻഡ് സച്ച് വെറൈറ്റി, സച്ച് ഡ്രോയിങ് ഓഫ് ക്യാരക്ടർ ഹാസ് ഇൻ ദ ലിറ്റിൽ ക്ലേ കാർ. നമുക്കൊരു സാൻസ്ക്രിറ്റ് പ്ലേയിലും ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡ്രോയിങ് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല ആസ് ഇൻ ലിറ്റിൽ ക്ലേ കാർ. ആൻഡ് നോവർ എൽസ് ഇൻ ദ ഡ്രാമ അറ്റ്ലീസ്റ്റ് ഈസ്
ദർ ഈസ് സച്ച് ഹ്യൂമർ. വേറൊരു പ്ലേയിലും ഇത്രത്തോളം ഹ്യൂമർ നമുക്ക് കാണാൻ പറ്റില്ല. ലെറ്റ് us consider a little more in detail these three characteristics of our author: his variety and his skill in drawing character and his humor. ഈ ഒരു സാൻസ്ക്രിറ്റ് പ്ലേയുടെ മെയിൻ പ്രത്യേകത വെറൈറ്റി ആയിട്ടുള്ള എന്തൊക്കെയാണ്, അതിലെ വെറൈറ്റി ആയിട്ടുള്ള തീംസ് കാര്യങ്ങളാണ്. പിന്നെ അതിലുള്ള സ്കിൽ ഓഫ് ഡ്രോയിങ് ദ ക്യാരക്ടേഴ്സ്, അല്ലേ, ഡ്രോയിങ് ഐലൻഡ്, അതിലുള്ള ക്യാരക്ടേഴ്സിനെ ഡ്രോ ചെയ്തതിലുള്ള സ്കില്ല് ആരുടെ, നമ്മുടെ എഴുത്തുകാരൻ്റെ. പിന്നെ അതിലുള്ള ഹ്യൂമർ. ഇതാണ് ഈ പ്ലേ എന്ത് ചെയ്യുന്നത് മറ്റ് സാൻസ്ക്രിറ്റ് പ്ലേയിൽ നിന്ന് ഡിഫറൻസ് ആക്കുന്നത്. To gain a rough idea of the Shudraga's variety, we have only to recall the names of the act of the play. അതായത് ഈ പ്ലേയുടെ ആക്റ്റിന് അദ്ദേഹം ഓരോ പേരുകൾ കൊടുക്കുന്നുണ്ട്. അതായത് മെയിൻ വെറൈറ്റി ഓഫ് ദ പ്ലേ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് നെയിംസ് ഫോർ ദി ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ ഷാംപൂവ്, അല്ലെ, ഹു ഗാംബിൾഡ്, ദ ഹോൾ ഇൻ ദ വോൾ ആർ ദ ഷോർട്ട്ലി ഫോളോഡ് ബൈ ദ സ്റ്റോം. അതായത് ഓരോ ഇതൊക്കെ അതിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ പേരുകളാണ്. ദ സ്റ്റോം എന്നത്, ഷാംപൂവ്, ദ ഗാംബ്ലർ, അല്ലേ, ദ സ്വാപ്പിംഗ് ഓഫ് ദ ബുള്ളോക്ക് കാർഡ്സ്, ഒക്കെ എന്ത് ചെയ്യുന്നത്, ദ സ്ട്രാംഗ്ലിംഗ് ഓഫ് ദ വസന്തസേന. ഇതൊക്കെ നമ്മുടെ എന്താണ് അതിൻ്റെ ഡിഫറെൻറ്റ് പേരുകളാണ്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് നാച്ചുറൽ ദാറ്റ് ശൂദ്രക ഷുഡ് ചൂസ് ഫോർ ദ എക്സ്പ്രഷൻ ഓഫ് മാറ്റേഴ്സ് സോ ഡൈവേഴ്സ് ദാറ്റ് ടൈപ്പ് ഓഫ് ഡ്രാമ വിച്ച് ഗിവ്സ് എ ഗ്രേറ്റസ്റ്റ് സ്കോപ്പ് ടു ദ ഓതേഴ്സ് ക്രിയേറ്റീവ് പവർ. പിന്നെ അതിൽ അദ്ദേഹം യൂസ് ചെയ്ത ടൈപ്പ് ഓഫ് ഡ്രാമ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് പവർ വളരെയധികം യൂസ്ഫുൾ ആക്കാൻ പറ്റിയെന്നാണ്. അതായത് ഹി യൂസ് ദ ഡ്രാമ ഓഫ് ഇൻവെൻഷൻ ആണ്. A category curiously subordinated in India to the heroic drama and the plot of which is drawn from the history or mythology. അതായത് ഹീറോയിക് ഡ്രാമയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് അതിലെന്ത് ചെയ്യില്ല, ഹിസ്റ്ററിയോ മിത്തോളജിയിൽ നിന്നോ ഒന്നുമല്ല ക്യാരക്ടേഴ്സ് എടുക്കുക. ലിറ്റിൽ കാർഡ്സ് ഇസ് ഓൺലി ആൻ എക്സ്റ്റൻഡ് ഡ്രാമ വിച്ച് ഫുൾഫിൽ ദ സ്പിരിറ്റ് ഓഫ് ഡ്രാമ ഓഫ് ഇൻവെൻഷൻ. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്പിരിറ്റ് ഓഫ് ഡ്രാമ ഓഫ് ഇൻവെൻഷൻ ആണ്. ഓക്കെ, as defined by the Sanskrit canons of the dramaturgy, the plot of the Malati and Madhava or Maliga and Maurya is in no true sense of invention of the author. The Little Cat is the only drama of the invention which is full of rascals. അതായത് അതിൽ സാൻസ്ക്രിറ്റ് കാനൺസിൻ്റെ അതിൽ വരുന്നതാണ്. ആ ഒരു ഫീൽഡിൽ നമ്മൾ പറയുമ്പോൾ ഇതിൽ മാലതി ആൻഡ് മാധവ അതൊക്കെ സാൻസ്ക്രിറ്റ് പ്ലേ ആണ്. അല്ലെങ്കിൽ മാലിക ആൻഡ് മൗര്യ ഈ പ്ലേയിലൊന്നുമല്ല നമുക്ക് കാണാൻ പറ്റുക. ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു സെൻസ് ഓഫ് ഇൻവെൻഷൻ ഓഫ് ദ ഓതർ ഏതിലാണ് നമ്മൾ കാണുന്നത്, ലിറ്റിൽ ക്ലേ കാർട്ടിലാണ്. കാരണം ഇറ്റ് ഈസ് ദ ഡ്രാമ ഓഫ് ഇൻവെൻഷൻ വിത്ത് ഫുൾ ഓഫ് റാസ്കൽസ് എന്നാണ് എന്തിനെ വിളിക്കുന്നത്, നമ്മുടെ ലിറ്റിൽ ക്ലേ കാർട്ടിനെ വിളിക്കുന്നത്. ബട്ട് എ സ്പിരിറ്റ് സോ പവർഫുൾ ആസ് ദാറ്റ് ഓഫ് കിങ് ശൂദ്രക കുഡ് നോട്ട് ബി കൺഫൈൻഡ് വിത്തിൻ ദ സ്ട്രൈറ്റ് ജാക്കറ്റ് ഓഫ് ദ മിനിറ്റ്. സംടൈംസ് ദ പെരുള ആൻഡ് ദ റൂൾസ് ഓഫ് ദ ടെക്നിക്കൽ വർക്ക് ഇൻ എവരി വെരി ടൈറ്റിൽ ഓഫ് ദ ഡ്രാമ ഹി ഹാസ് ഡിസ്റിഗാർഡ് ദ റൂൾ. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പിരിറ്റ് നമുക്ക് എന്തിലും കാണാം, ബൈ ചൂസിങ് ദ ടൈറ്റിൽ ഓഫ് ദ ഡ്രാമ. ഓക്കെ, അതായത് ഹി ഡിസ്റിഗാർഡ് ദ റൂൾസ് ആണ്. അദ്ദേഹം സാൻസ്ക്രിറ്റ് റൂളിനെ ഡിസ്റിഗാർഡ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. ദാറ്റ് ദ നെയിം ഓഫ് ദ ഡ്രാമ ഓഫ് ദ ഇൻവെൻഷൻ ഷുഡ് ബി ഫോംഡ് ബൈ കോമ്പൗണ്ടിങ് ദ നെയിംസ് ഓഫ് ഹീറോയിൻ ഓർ ഹീറോ. അതായത് സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ റൂൾ എന്ന് പറയുന്നത്, ടൈറ്റിൽ എന്ന് പറയുന്നത് ഹീറോയിൻ്റെയോ അല്ലെങ്കിൽ ഹീറോയിൻ്റെയോ ഒക്കെ പേരുകളായിരിക്കണം എന്നാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം അതും എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ. അതായത് നമ്മുടെ ലിറ്റിൽ ക്ലേ കാർട്ട് എന്ന പേര് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മൃച്ഛഘടിക ആ വണ്ടി അതായത് ലിറ്റിൽ ക്ലേ കാർട്ട് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം കൊടുത്തത് പേര്. അദ്ദേഹം ഹീറോയിൻ്റെ പേരോ അല്ലെങ്കിൽ ഹീറോയിൻ്റെ പേരോ അല്ല കൊടുക്കുന്നത്. Again, the books prescribed that the hero shall appear in every act. Yet Charudatta does not appear in act 2nd, 4th, 6th and 8th. പിന്നെ അടുത്ത ഒരു സാൻസ്ക്രിറ്റ് റൂളാണ്, എല്ലാ ആക്റ്റിലും ആര് അപ്പിയർ ചെയ്യണം, ഹീറോ. പക്ഷേ ഈ ഒരു പ്ലേയുടെ പ്രത്യേകത, അദ്ദേഹം നമ്മുടെ ചാരുദത്ത എന്ന് പറയുന്ന ഹീറോ ചില ആക്റ്റുകളിൽ, അതായത് 2nd, 4th, 6th, 8th ആക്റ്റുകളിലൊന്നും ആര് വരുന്നില്ല, ചാരുദത്ത വരുന്നില്ല. ഫെദർ വാരിയസ് ക്യാരക്ടേഴ്സ്, വസന്തസേന, മൈത്രയ എന്ന് പറയുന്നത് ഫ്രണ്ടാണ് ആരുടെ, ചാരുദത്തയുടെ. ആൻഡ് ദ കോർട്ടിയർ അതേഴ്സ് ഹാവ് വാസ്റ്റ്ലി ഗെയിൻഡ് ബിക്കോസ് ദേ ഡു നോട്ട് കൺഫേം ടു ക്ലോസ്ലി ടു ദ ടെക്നിക്കൽ ഡെഫിനിഷൻ. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പൊസിഷനൊക്കെ അവർക്ക് ആയിരിക്കും, വസന്തസേനയ്ക്കും മൈത്രയ്ക്കും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ ലിറ്റിൽ ക്ലേ കാർട്ട് ആർ ലിവിങ് മെൻ ആൻഡ് വുമൺ. ഇതിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ലിവിങ് മെൻ ആൻഡ് വിമൻ. ഈവൻ വെൻ ദ
type makes no strong appeal to the Western mind, as in the case of Charudatta. The character lives in the sense in which ദുഷ്യന്ത ഓർ ഈവൻ രാമ ക്യാൻ ഹാർഡ്ലി ബി സെഡ് ടു ലിവ്. അല്ലേ, അദ്ദേഹം ജീവിച്ച ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ ലൈഫ് ഇൻ വിച്ച് ഈവൻ ദ ദുഷ്യന്ത ഓർ ദ രാമ അല്ലേ ദ കുഡ് നോട്ട് ലിവ് എന്നാണ്. ശൂദ്രകാസ് മെൻസ് ആർ ബെറ്റർ ഇൻഡിവിജ്വലൈസ്ഡ് ദാൻ ഹിസ് വിമൻ, ആൻഡ് ദിസ് ഫാക്ട് അലോൺ ഡിഫറൻഷ്യേറ്റ് ഹിം ഫ്രം ഷാർപ്ലി ഫ്രം അതർ ഇന്ത്യൻ ഡ്രാമാറ്റിസ്റ്റ്. പിന്നെ ശൂദ്രകയുടെ മെന്നിനെയാണ് അദ്ദേഹം കൂടുതൽ ഇൻഡിവിജ്വലൈസ് ചെയ്തിരിക്കുന്നത്, ആരെക്കാളും വുമണിനേക്കാളും. ഓക്കെ, വുമണിനേക്കാളും അദ്ദേഹം ഇൻഡിവിജ്വലൈസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മെൻ ക്യാരക്ടേഴ്സിനെയാണ്. അതാണ് ദാറ്റ് മേക്ക് ഷാർപ്പ് ഡിഫറൻഷ്യേറ്റഡ് ഫ്രം ഇന്ത്യൻ ഡ്രാമാറ്റിസ്റ്റ് ആരെ ശൂദ്രകയെ. ഹി ഡ്രോസ് ഓൺ എവറി ക്ലാസ് ഓഫ് സൊസൈറ്റി ഫ്രം ഹൈ സോൾഡ് ബ്രാഹ്മൺ ടു എക്സിക്യൂഷണർ ആൻഡ് ഹൗസ് മെയ്ഡ്. ഇതിൽ അദ്ദേഹം വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ അദ്ദേഹം പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന്? ഹൈ ക്ലാസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഹൈ ബ്രാഹ്മൺ ക്ലാസ് മുതൽ എക്സിക്യൂഷനേഴ്സ്, ഹൗസ് മെയ്ഡ്, ഇതൊക്കെ അതിലും അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഹിസ് ഗ്രേറ്റസ്റ്റ് ക്യാരക്ടർ ഈസ് അൺക്വസ്റ്റ്യനബിളി സംസ്ഥാനക. സംസ്ഥാനക എന്ന് പറയുന്നത് റൈവലാണ്. ദിസ് കോമ്പിനേഷൻ ഓഫ് ഇഗ്നറൻറ്റ് കൺസീറ്റ്, ബ്രൂട്ടൽ റിലസ്റ്റ് ആൻഡ് കണ്ണിങ്, ദിസ് ഗ്രേറ്റർ ദാൻ ക്ലോട്ടൻ, who after strangling an innocent woman can say, "Oh, come, let us go and play in the pond." Most attractive characters are five. Okay, അപ്പോൾ അതിൽ പറയുന്നത് ഇവരൊക്കെ എന്താണ്, അദ്ദേഹം പറയുന്നു മറ്റ് സാംസ്കൃതിക പ്ലേയിലുള്ള എല്ലാ വില്ലനേക്കാളും നല്ലൊരു വില്ലനായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്ഥാനകയുടെ ക്യാരക്ടർ. ഓക്കെ, പിന്നെ പറയുന്നത് ഇതിൽ കുറേ റെഫറൻസൊക്കെ പറയുന്നുണ്ട്, ചിലത് നമുക്ക് അറിയില്ല കേട്ടോ, നമ്മൾ സാംസ്കൃതിക പ്ലേ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട്. ദ ലിവ് ഫ്രം ഹാൻഡ് ടു മൗത്ത് ആണ്. പിന്നെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്പിറേറ്റേഴ്സ് അല്ലേ, മെൻ ഹൂസ് ഹോം ഈസ് ഈസ്റ്റ് യൂസ് ആൻഡ് 10 കമാൻഡ്മെൻറ്റ്സ്. അതിൽ എന്താ പറയുക, അതൊന്നും വലിയ ഡീറ്റെയിൽ അതിലില്ല, ഒരുപാട് ഇൻസിഡൻറ്റിൽ വരുന്ന ആൾക്കാരെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള പിന്നെ ചാരുദത്ത അല്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം. ബ്രാഹ്മണാണെന്ന് പറഞ്ഞു. എ ട്രീ ഓഫ് ലൈഫ് ടു ദം ഹു സോറോ ഗ്രോ ബെനീത്ത് ഇറ്റ്സ് ഫ്രൂട്ട് ഓഫ് വെർച്യൂ മെൻഡിങ് ലോ. ടു ഹിം ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് നോട്ട് ഡിയർ ബട്ട് ഓൺലി ഓണർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലൈഫല്ല, ഓണർ, അതിനാണ് ഇമ്പോർട്ടൻറ്റ്. ഹി വാല്യൂസ് വെൽത്ത് ഓൺലി ആസ് ഇറ്റ് സപ്ലൈ ഹിം വിത്ത് മീൻസ് ഓഫ് സെർവിങ് അതർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ചാരുദത്ത എന്ന് പറയുന്ന ഹീറോയെ സംബന്ധിച്ചിടത്തോളം വെൽത്ത് എന്നത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലി ടു സപ്ലൈ ഫോർ ദോസ് ഹു ആർ ഇൻ നീഡ്. മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് വെൽത്ത്. വി മേ വിത്ത് സം ജസ്റ്റിസ് കമ്പയർ ഹിം വിത്ത് ആൻറ്റോണിയോ ഇൻ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്. അദ്ദേഹത്തെ നമുക്ക് ഇതിലെ ചാരുദത്തയെ നമുക്ക് ഷേക്സ്പിയറിൻ്റെ മെർച്ചൻ്റ് ഓഫ് വെനീസിലുള്ള ആൻറ്റോണിയോയുമായി കമ്പയർ ചെയ്യാം. There is some inconsistency from our point of view in making such a character the hero of the love drama, and indeed it is the Vasanthasena who does most of the love making. പക്ഷേ അദ്ദേഹത്തെ ഒരു വലിയൊരു ഹീറോ അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് ദ ഹീറോ ഓഫ് ദ ലവ് ഡ്രാമ എന്നൊന്നും നമുക്ക് അത്രത്തോളം പറയാൻ പറ്റില്ല. കാരണം വസന്തസേനയാണ് കൂടുതലും ലവ് മേക്കിങ്ങിൽ ആരെക്കാളും മുന്നിൽ, നമ്മുടെ ചാരുദത്തയേക്കാളും. വസന്തസേന ഇസ് ദ ക്യാരക്ടർ വിത്ത് നൈദർ ദ ഗേളിഷ് ചാം ഓഫ് ശകുന്തള. അദ്ദേഹം നമ്മുടെ ശകുന്തളയെ പോലെയുള്ള ഗേളിഷ് ചാമോ അല്ലെങ്കിൽ നോ ദ മെച്ചുവർ വുമൺ ഡിഗ്നിറ്റി ഓഫ് സീത. സീതയെ പോലെ മെച്ചുവേർഡുമല്ല, ശകുന്തളയെ പോലെ ഗേളിഷുമല്ല. ഷീ ഈസ് മോർ അഡ്മയറബിൾ ദാൻ ലവബിൾ അല്ലേ, അഡ്മയറബിൾ ആണ് ദാൻ ലവബിൾ. വിറ്റി ആൻഡ് വൈസ്, ഷീ ഈസ് വെരി വിറ്റിയാണ്, വൈസാണ്. ആൻഡ് ഓൾസോ ഇൻ ഹെർ ലവ് ആസ് ട്രൂ ആസ് സ്റ്റീൽ. അവളുടെ ലവ് എന്ന് പറയുന്നത് ഇസ് ട്രൂ ആസ് സ്റ്റീൽ എന്നാണ് പറയുന്നത് അല്ലേ. ആൻഡ് ഇൻ സോഷ്യൽ പൊസിഷൻ വിച്ച് മേക്സ് സച്ച് എ കോൺഷ്യസ്ലി ഡിഫിക്കൽട്ട്, യെറ്റ് ഷീ കനോട്ട് ബി കോൾഡ് എ ഗ്രേറ്റർ ക്യാരക്ടർ. പക്ഷെ അവളെ ഗ്രേറ്റർ ക്യാരക്ടർ എന്ന് വിളിച്ചുകൂടാ. ഷീ ഡസ് നോട്ട് സീം സോ ട്രൂ ടു ലൈഫ് ആസ് ഹെർ ക്ലവർ മെയ്ഡ് മദനിക അല്ലേ. അവൾ, ഇത് ചെറിയ എഴുത്തായിട്ട് ചിലപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അവൾ ഷീ ഈസ് നോട്ട് സീം ട്രൂ ടു ഹെർ ലൈഫ് ലൈക്ക് ഹെർ മദനിക, ഹെർ ലവ് ക്ലവർ മെയ്ഡ്. അവളുടെ മെയ്ഡ്, അതായത് മദനിക ഷാർവിലഗയുടെ ബിലവഡാണ്, അവളെപ്പോലെ ട്രൂ അല്ല. ഇൻ മേക്കിംഗ് ദ ഹീറോയിൻ ഓഫ് ദിസ് പ്ലേ എ കേർട്സിയൻ, ശൂദ്രക ഫോളോസ് ദ സജഷൻ ഓഫ് ദ ടെക്നിക്കൽ വർക്ക്സ് ഓൺ ദ ഡ്രാമ. ഹി ഡസ് നോട്ട് ദെർബൈ കാസ്റ്റ് എനി ഇംപിറ്റേഷൻ ഓഫ് ഇൽ ഓൺ വസന്തസേനാസ് ക്യാരക്ടർ. അതായത് അദ്ദേഹം ഒരു കേർട്സിയൻ ആയിട്ടുള്ള അല്ലെ ഒരു ദാസിയെ ഇതിൽ പ്രസൻറ്റ് ചെയ്തെങ്കിലും അവളുടെ മോശമായ കാര്യങ്ങളൊന്നും പിക്ചറൈസ് ചെയ്യുന്നില്ല വസന്തസേനയുടെ ക്യാരക്ടർ. ദ കേർട്സിയൻ ക്ലാസ് ഇൻ ഇന്ത്യ കറസ്പോണ്ടഡ് റഫ്ലി ടു ദ
എന്താ വയ്ക്കുക, ഹിറ്ററി ഓഫ് ദ ആൻഷ്യൻ ഗ്രീസ് ഓർ ദ geishas of the Japan. It is possible to be courteous and retain one's self-respect, yet the inherited way of life proved distasteful to Vasanthasena. Her one desire is to escape the limitation and its danger by overcoming a legal wife. ഇവിടെ വസന്തസേനയ്ക്ക് ഒരേ ഒരു ആവശ്യമായിരുന്നു, അവർക്ക് എന്ത് ചെയ്യാനായിരുന്നു, ഒരു ലീഗൽ വൈഫാകണമായിരുന്നു. ഓക്കെ, അതായത് നമുക്കറിയാം ഈ കേർട്സിയൻ ഇങ്ങനത്തെ ആൾക്കാർക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ളവർക്കൊന്നും എന്തുണ്ടാവില്ല, ഒരു പാർട്ട്ണർ ലൈഫിൽ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അതായിരുന്നു ജീവിതത്തിൽ ആവശ്യം. ഇൻ മൈത്രേയ ദ വിദൂഷക വി ഫൈൻഡ് അതിൽ വിദൂഷകൻ്റെ റോള് മൈത്രേയ എന്ന് പറയുന്ന ഫ്രണ്ടിനാണ്. വി ഫൈൻഡ് ഇൻസ്റ്റൻസ് ഓഫ് അവർ ഓതേഴ്സ് മാസ്റ്റർലി സ്കിൻ ഇൻ ഗിവിംഗ് ലൈഫ് ടു ദ dry bones of rhetorical definition. The Vidushaka is the stock character who has something in common with the jester. നമ്മുടെ ജസ്റ്റർ എന്ന് പറഞ്ഞാൽ കോമാളിയുടെ ഒരു റോളാണ്. ഇൻ മൈത്രേയ ദ എസെൻഷ്യൽ ട്രൈറ്റ്സ് ഓഫ് ദ ക്യാരക്ടർ ഈഗർനെസ് ഫോർ ഗുഡ് ഫുഡ്, അതർ ക്രീച്ചർ, കംഫർട്ട് ആൻഡ് ബ്ലണ്ടറിങ് ഡിവോഷൻ ടു ഹിസ് ഫ്രണ്ട്. അല്ലേ, അതായത് തൻ്റെ ഫ്രണ്ടിനോട് അത്രയും ഡിവോട്ടഡ് ആണ്, ആൻഡ് ഓൾവേസ് ഈഗർ ടു ഡു ഗുഡ് തിങ്സ് ആൻഡ് ഓൾസോ ഗുഡ് ഫുഡ് എക്സെട്ര. ആൻഡ് but clarified and elevated by his kind humor and his readiness to follow ചാരുദത്ത even in the death. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമറാണ് ഇതിൽ മെയിൻ വരുന്നത്. അതുമാത്രമല്ല ചാരുദത്തയെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മരണം വരെ അദ്ദേഹം ഫോളോ ചെയ്യാൻ തയ്യാറായിരുന്നു. അല്ലേ, അപ്പോൾ ഇത്രയുമാണ്. ഇസ് നൈദർ എ ഗ്ലട്ടൺ നോർ എ ഫൂൾ ബട്ട് എ സിമ്പിൾ മൈൻഡഡ് ഹോൾ ഹാർട്ടഡ് ഫ്രണ്ട്. അദ്ദേഹം ഒരു ഫൂളൊന്നുമല്ല, അദ്ദേഹം ഒരു സിമ്പിൾ മൈൻഡഡ് ആയിട്ടുള്ള ഹോൾ ഹാർട്ടഡ് ഫ്രണ്ടാണ്. The courtier is another character suggested by the technical word, transformed by the genius of the Shudraka. He is man not only of education and social but also real nobility of the nature. അതിലുള്ള കോർട്ടിയറിൻ്റെ ക്യാരക്ടറാണ്. He is a false position from the first. അദ്ദേഹത്തിലെ മെയിൻ. ആൻഡ് പിന്നെ it remains to say a word about the construction of the play. Obviously it is too long. Play is not too long. More than this, the main action halts through act 2 to 5. അതായത് വലിയ പ്ലേ ആണെന്നും അത് മെയിൻ ആക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ആക്ട് മുതൽ 5 ആക്ട് വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഡ്യൂറിങ് ദിസ് എപ്പിസോഡിക് ആക്ട് വി ഓൾമോസ്റ്റ് ഫോർഗെറ്റ് ദാറ്റ് ദ മെയിൻ പ്ലോട്ട് കൺസേൺ ഓഫ് ദ ലവ് ഓഫ് വസന്തസേന ചാരുദത്ത. ഇൻഡീഡ് വി ഹാവ് ഇൻ ദ ലിറ്റിൽ ക്ലേ കാർട്ട് ദ മെറ്റീരിയൽ ഫോർ 2 plays. Larger part the act first forms with the second and 10th and make a pleasing comedy of lighter tone. The second act, clever as it is, a little real connection either with the main plot or within the story of the gems. അതായത് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്ലേ ആണ് ഇതിൽ വരുന്നത്. ആൻഡ് ഓൾസോ ദ പ്ലേ ഇറ്റ് ലാക്ക് ഡ്രമാറ്റിക് യൂണിറ്റി, അല്ലേ, ഡ്രമാറ്റിക് യൂണിറ്റി ലാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബട്ട് ഇറ്റ് ഹാസ് ലിറിക്കൽ ബ്യൂട്ടി ആൻഡ് ചാം ഓഫ് സ്റ്റൈൽ, അല്ലേ. പിന്നെ ഇത് എന്തുപോലെയാണ്, ജസ്റ്റ് ലൈക്ക് ഡ്രമാറ്റിക് പോയം ദാൻ എ ഡ്രാമ. ഒരു ഡ്രമാറ്റിക് പോയം പോലെയാണ് നമുക്ക് ഈ ഒരു ഡ്രാമ വായിക്കുമ്പോൾ, ഇതിനേക്കാളും ദാൻ ഡ്രാമ, ഒരു ഡ്രാമ വായിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു സാൻസ്ക്രിറ്റ് പ്ലേസ് dramatic poem than the drama. അതായത് but it suggests that the question whether we might not more justly speak of the അതായത് നമുക്കിത് വായിക്കുമ്പോൾ ഒരു സാൻസ്ക്രിറ്റ് പ്ലേ ആസ് ഡ്രാമാറ്റിക് പോയം ആയിട്ടാണോ, കാരണം ഡ്രാമയെക്കാളും നമ്മളൊരു പോയറ്റിക്കലായിട്ടാണ് ഈ ഒരു ഡ്രാമ പറയുന്നത്. പിന്നെ അതിൽ in Little Clay Card we could ill afford to spare a single scene, even though the very richness and variety of the play remove it from the class of the world's great drama. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഔട്ട്ലൈൻ ഓഫ് ദ പ്ലോട്ടാണിത്. അതിൻ്റെ കണ്ടോ ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ജംസ് ആർ ലെഫ്റ്റ് ബിഹൈൻഡ്. പിന്നെ ദ ഷംബുവർ ഹു ഗാംബിൾഡ് ആണ് സെക്കൻഡ് ആക്ട്. അതായത് ഓരോ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ ഹോൾ ഇൻ ദ വോൾ, പിന്നെ വരുന്നതാണ് മദനിക ആൻഡ് ഷാർവിലക, പിന്നെയോ ദ സ്റ്റോം, then the swapping of the bullock carts, then the Ariga's escape, പിന്നെ സ്ട്രാംഗ്ലിംഗ് ഓഫ് വസന്തസേന, പിന്നെ ദ എൻഡ് 6th day. ഇത്രയുമാണ് വരുന്നത്. ഇപ്പം ഇതാണ് മേജർ ക്യാരക്ടേഴ്സ്. റോഹസേന എന്നാണ് മകൻ്റെ പേര് കേട്ടോ. ചാരുദത്ത, റോഹസേന, മൈത്രേയ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇത്
പ്ലേ ആണ്. പിന്നെ വസന്തസേന ഇൻ മൃച്ഛകടിക എ ന്യൂ വുമൺ ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ. മൃച്ഛകടിക ആട്രിബ്യൂട്ടഡ് ടു ആൻഷ്യൻസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വസന്തസേനയുടെ ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു നോട്ടൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക.